പ്രൈം മിനിസ്റ്റർ ശ്രീ കാവി വിരോധം കഥയായോ? കാവ്യ വിരോധം കഥയായി എന്ന് കേരളത്തിൽ രാഷ്ട്രീയ ബോധ്യമുള്ള ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? RSSനെ തുറന്നെതിർക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു വേദിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമടക്കം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയും CPIയും ഒക്കെ RSSനോടുള്ള വിരോധം അവസാനിപ്പിച്ചു എന്നത് കോൺഗ്രസിന് വേണ്ടി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്ന ആഖ്യാനത്തെ ഏറ്റു പറയാം. പക്ഷെ അങ്ങനെയല്ല. ഇടതുപക്ഷത്തിന് കൃത്യമായി RSSനോടുള്ള എതിർപ്പ് എന്താണ് എന്നത് അത് ഓരോ ദിവസവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നില്ലല്ലോ. ഇപ്പോൾ എല്ലാ ദിവസവും മുഖ്യമന്ത്രി വന്ന് രാവിലെ എഴുന്നേറ്റ് 10 മണിയാകുമ്പോഴേക്കും RSSനോട് ഞങ്ങൾക്ക് എതിർപ്പാണ്, RSSന്റെ നയത്തോടും നിലപാടിനോടും ഞങ്ങൾക്ക് എതിർപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ഇടതുപക്ഷത്തിന്റെ RSSനോടുള്ള നിലപാട് എന്നത് ഈ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പറഞ്ഞതാണ്. RSSന്റെ നിലപാടുകളെ എങ്ങനെയാണ് എതിർക്കുന്നത് എന്നതും അദ്ദേഹത്തിന്റെ പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പീച്ചിൽ തന്നെ വന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അധികം പഴയ ഉദാഹരണമൊന്നുമല്ല. അപ്പോൾ ഇവിടെ ഈ പ്രഖ്യാപനം നടത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് വിശദീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ താഴെത്തട്ടിലേക്കും അത് വിശദീകരിക്കേണ്ടി വരും. കാരണം ഇത് നയം മാറ്റമാണ് എന്ന് മുന്നണിക്കുള്ളിലെ പ്രധാന ഘടകകക്ഷിയായ CPI തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയം മാറിയത് പണം കിട്ടാനാണ് എന്ന് വളരെ ലഘുവായി തന്നെ വിശദീകരിച്ച് ആദ്യം തന്നെ വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തി. പക്ഷേ അങ്ങനെ ഒരു ലഘു വിശദീകരണം മതിയോ എന്നതാണ് നിങ്ങൾ ഉന്നയിച്ച രണ്ട് ക്വസ്റ്റ്യൻസിൽ നിന്നും, രണ്ടുപേരുടെയും മുന്നോട്ട് വെച്ച ആശങ്കകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടപ്പാക്കുന്നതിനായിട്ടുള്ള ഒരു കുറുക്കുവഴിയാണ് NEP 2020 കൊണ്ടുവന്നത്. അത് അതിനുശേഷം ഇപ്പോൾ 5 വർഷം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഈ MOU ഒപ്പിടുന്നതിലേക്കുള്ള ആ തീരുമാനമെടുത്ത പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം യഥാർത്ഥത്തിൽ വേസ്റ്റ് ആക്കുകയായിരുന്നോ എന്ന ചോദ്യവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അത് നമ്മൾ കാണേണ്ടതുണ്ടല്ലോ. പദ്ധതിയിലേക്ക് വന്നിട്ട്, അതായത് PM ശ്രീ പദ്ധതിയിലേക്ക് വന്നിട്ട് 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ 2.5 വർഷം, പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 5 വർഷത്തെ ഒരു പ്രോജക്റ്റാണ് PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. അത് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ സ്കൂളുകൾ, ഇത്രയും സ്കൂളുകൾ മാത്രമല്ല, രാജ്യത്തെ എല്ലാ സ്കൂളുകളെയും ഒരേ രീതിയിൽ വികസിപ്പിച്ച് കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ തുടക്കം മാത്രമാണ്. 2022 മുതൽ 2027 വരെയുള്ള ആ പ്രോജക്റ്റിലാണ് കേരളത്തിലെ നിങ്ങൾ പറഞ്ഞതുപോലെ 400-ൽ താഴെ മാത്രമാണ് സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ബാക്കി സ്കൂളുകളെല്ലാം ഇതിൽ നിന്ന് പുറത്താക്കപ്പെടുമോ? ആ സ്കൂളുകൾക്കും തുല്യനീതി ലഭിക്കേണ്ടതല്ലേ? തുല്യനീതി ലഭിക്കണം എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം NEP 2020 ഒരു സ്ട്രക്ചറൽ ഡിസൈനിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പാക്കണം. എന്നാൽ മാത്രമേ ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കും ഒരേ രീതിയിൽ കോമ്പറ്റീറ്റീവായി ഫർദർ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രീ ഡിഗ്രിയിൽ നിന്ന് +2ലേക്ക് എത്തിയത് എങ്ങനെയാണ്? പ്രീ ഡിഗ്രിയിൽ നിന്ന് +2ലേക്ക് എത്തിയപ്പോൾ ഇതേ തെരുവിൽ സമരം നടത്തിയതല്ലേ? അന്ന് സമരം നടത്തിയ പാർട്ടിയുടെ പേര് CPI എന്നല്ല, CPIM എന്നാണ്. CPIM നടത്തിയ സമരം അത് തെരുവുകളിലായിരുന്നു. CPI ഇപ്പോൾ ഈ പ്രസ്താവന യുദ്ധം നടത്തുന്നതല്ലാതെ പരസ്യമായ പ്രതിഷേധത്തിലേക്ക്, വലിയ എതിർപ്പിലേക്കൊന്നും പോകാത്തത് ഭരണമുന്നണിയുടെ ഭാഗമായതുകൊണ്ടാകാം. പക്ഷേ മറുഭാഗത്ത് കോൺഗ്രസ് നിൽക്കുന്നുണ്ടല്ലോ, ലീഗ് നിൽക്കുന്നുണ്ടല്ലോ. ഈ പ്രസ്താവന യുദ്ധമല്ലാതെ തെരുവുകളിലേക്കൊന്നും ആരെയും കണ്ടില്ല. ഒരു വിദ്യാർത്ഥി സംഘടനയും ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? പ്രീ ഡിഗ്രിയുടെ കാലത്ത് കണ്ട പ്രതിഷേധം എങ്ങനെയാണ്? അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രതിഷേധം നടത്തേണ്ടതല്ലേ? ഈ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത്, കാവ്യവൽക്കരണം അത് പാഠപുസ്തകങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് എന്നതൊരു പൂർണ്ണമായും ഉറച്ച ബോധ്യമാണ് എന്നുണ്ടെങ്കിൽ പ്രീ ഡിഗ്രിയെ എന്തുകൊണ്ട് കോളേജുകളിൽ നിന്ന് പ്രീ ഡിഗ്രി മാറ്റുന്നതിനെതിരെ നടത്തിയ, അന്നത്തെ ഡീലിങ്കിനെതിരെ നടത്തിയ, ഡീലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഡിസൈനൊക്കെയാണ് അന്നത്തേത്, എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ വലിയ പ്രതിഷേധം തെരുവിൽ നടത്തിയ ആളുകൾ അവർ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാട്ടേണ്ടേ? ഇന്നിപ്പോൾ കോൺഗ്രസിൽ തന്നെ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? 2 അഭിപ്രായമാണ്. VD സതീശൻ പറയുന്നു നയത്തിന് കീഴ്പ്പെടാതെ പണം സ്വീകരിച്ചാൽ കുഴപ്പമില്ല എന്ന സ്റ്റേറ്റ്മെന്റ് VD സതീശൻ നടത്തുകയാണ്. അതേസമയം KC വേണുഗോപാലും മുസ്ലിം ലീഗും ഇപ്പുറത്ത് പറയുന്നത് എന്താണ്? ഈ നയമേ പാടില്ല, NEPയെ തന്നെ നിങ്ങൾ എതിർക്കണം. അപ്പോൾ അങ്ങനെ ഒരു എതിർപ്പിനൊന്നും ഞങ്ങളില്ല എന്നത് പറയാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഫണ്ട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം MOU ഒപ്പിടണം. MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ MOUവിന്റെ ഭാഗമായി എന്താണ് ഈ സ്ട്രക്ചറൽ ഡിസൈൻ, എന്താണ് ഈ സ്കൂളുകളിൽ വരാൻ പോകുന്ന PM ശ്രീ എന്ന് പറയുന്നത് ഗേറ്റിൽ ഒരു ബോർഡ് കൊണ്ടുവെക്കുന്നത് മാത്രമല്ല. ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെയൊക്കെ മുന്നിലൂടെ പോയാൽ നിങ്ങൾക്ക് കാണാം, ഗേറ്റിൽ PM ശ്രീ എന്നുള്ള ഒരു ബോർഡ് അവിടെ തന്നെ വരികയാണ്. അകത്ത് വിദ്യാലയങ്ങളിൽ പാഠപുസ്തകങ്ങൾക്കുള്ളിലല്ല, പുറത്തു നിന്ന് തന്നെ അത് PM ശ്രീ വിദ്യാലയമാണ്. PM ശ്രീ എന്നത് സ്കൂളിന്റെ പേരിന് മുന്നിൽ ചേർക്കപ്പെടുകയാണ്. ഗേറ്റ് മുതൽ തന്നെ അത് ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ 9, 10, 11, 12 ഈ 4 ക്ലാസ്സുകളെ ചേർത്തുകൊണ്ടുള്ള ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് അതിനെ എടുക്കുന്നത്. അപ്പോൾ 9-ാം ക്ലാസ് മുതൽ തന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക്, അതായത് നിങ്ങൾ ഏത് കരിയറാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു എക്സ്പെർട്ടീസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഹിന്ദി തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. ഹിന്ദിക്ക് ഓപ്ഷൻസായി സംസ്കൃതം മുതൽ പല ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം, എൻ്റെ മകൾ പഠിക്കുന്നത് PM ശ്രീ വിദ്യാലയയിലാണ്. അവിടെ ഏതാണോ നിങ്ങൾക്ക് വേണ്ട സെക്കൻഡ് ലാംഗ്വേജ്, അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. എൻ്റെ മകൾ ഹിന്ദി അല്ല പഠിക്കുന്നത്, സംസ്കൃതമാണ്. അപ്പോൾ ഇഷ്ടമുള്ള വിഷയം ഏതാണോ, ആ കുട്ടിക്ക് ഫ്രഞ്ചാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അപ്പോൾ ഏതാണ് താല്പര്യം, രണ്ട് പ്രാദേശിക ഭാഷകൾ പഠിക്കണം. അപ്പോൾ ഹിന്ദി അല്ലെങ്കിൽ സംസ്കൃതം എന്നുള്ളതിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള സ്റ്റാലിന്റെ മലയാളം, സംസ്കൃതം, ഹിന്ദി ഇതിൽ 2 പഠിക്കണം, പിന്നെ ഒരു വിദേശ ഭാഷ ഇല്ല. ഇതിലിപ്പോൾ ഹിന്ദിയും സംസ്കൃതവും പഠിക്കണം എന്നുള്ള നിബന്ധനയൊന്നുമില്ല, മലയാളം പഠിക്കണമെന്ന നിബന്ധനയുമില്ല. ചൂസ് ചെയ്യാം, മലയാളം അല്ലെങ്കിൽ മലയാളം ഓർ സംസ്കൃതം.
ചൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ വിഷയമല്ല, തമിഴ്നാട്ടിലാണ് വിഷയം. ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു വിഷയമില്ല. അപ്പോൾ ഇല്ലാത്ത ഇരുട്ടത്ത് കറുത്ത പൂച്ചയെ തപ്പിക്കുകയാണ് ഇവിടെ അതുകൊണ്ടാണ് ഇപ്പോൾ CPIM ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത്. കാരണം അവർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നു. NEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ NEPയുടെ ഭാഗമായി ഈ ഫണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നതിൽ നിന്ന് അവരൊരു തിരിച്ചറിവിലേക്ക് എത്തി എന്നാണ് ഞാൻ കരുതുന്നത്. അന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. എല്ലാത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയല്ലേ? അല്ല, എല്ലാത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയാണല്ലോ. ശബരിമലയിൽ അന്ന് 2018-19 എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു MOU സൈൻ ചെയ്യാനുള്ള തീരുമാനമെടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാഗികമായി അതിനെ അംഗീകരിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ മൊത്തത്തിൽ വേണ്ട എന്ന് പറയണം, അല്ല എങ്കിൽ ഞങ്ങൾ ഇതിനൊപ്പമാണെന്ന് പറയണം. ഇതല്ലാതെ യെസ് ഓർ നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർ എന്നുള്ള നിലപാടെടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ CPIM സർക്കാരും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ആർക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇവിടെ കാവ്യ വിരോധം കഥയായിട്ടൊന്നുമില്ല. പക്ഷേ കാവ്യ അണിഞ്ഞ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. കാവ്യയുടെ കാശ് ഞങ്ങൾക്ക് വേണം, പക്ഷേ കാവ്യയുടെ കൂടെ ഞങ്ങളില്ല. അതാണ് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPIMന്റെ ഇപ്പോഴത്തെ നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ RSSനോടും കാവ്യയോടും ഒക്കെയുള്ള ആ നിലപാടും വിരോധവും ഒന്നും CPIMനോ അല്ലെങ്കിൽ സർക്കാരിനോ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മാറുമെന്നൊന്നും ഞാൻ എന്തായാലും കരുതുന്നില്ല. ഇവിടെ ചോദ്യം എന്താണ്? പണം കിട്ടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നയസ്വാതന്ത്ര്യം വിട്ടുകൊടുക്കാമോ എന്നുള്ളതാണ്. ആ നയസ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് CPI പറയുമ്പോൾ പണമില്ലാതെ എന്ത് നയമെന്ന് പുറത്ത് CPIM ചോദിക്കുകയാണ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദിയുടെ വീട്ടിൽ നിന്നല്ല, ജനങ്ങളുടെ നികുതി പണമാണ്, അതുകൊണ്ട് ഈ ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് VD സതീശനും സണ്ണി ജോസഫും പറയുകയാണ്. അപ്പോൾ UDF ആണ് 2026 അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഈ സർക്കാർ സ്വീകരിക്കുന്ന അതേ നയം തന്നെയല്ലേ? മുഖ്യമന്ത്രി ആകാനായിട്ടുള്ള കുപ്പായം തുന്നിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണല്ലോ VD സതീശൻ. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും പിണറായി വിജയൻ എടുത്ത അതേ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? ഇതേ നിലപാട് തന്നെയല്ലേ സ്വീകരിക്കാൻ പോകുന്നത്? എന്തായാലും 2026 BJP അധികാരത്തിലേക്ക് വരാൻ മാത്രം ഈ ഹാഫ് വേ മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കേവല ഭൂരിപക്ഷത്തിനുള്ള മാന്ത്രിക സംഖ്യയിലേക്കൊക്കെ 0-ൽ നിന്ന് പൊടുന്നനെ കയറുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ സംസാരിക്കണമല്ലോ. അപ്പോൾ ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF 2026 അധികാരത്തിൽ വരും. അപ്പോൾ VD സതീശൻ അല്ലെങ്കിൽ KC whoever it is ആരായാലും മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന ആരധികാരത്തിലേക്ക് വന്നാലും ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവർക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോൾ VD സതീശൻ ഒന്ന് പറയുന്നു, KC ഒന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ CPIM BJP ഡീലിന്റെ ഭാഗമാണ് ഈ തീരുമാനമെന്ന് KC പറയുമ്പോൾ KCക്ക് കൈയടിക്കാൻ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും നേതാവ് രംഗത്ത് വരുന്നുണ്ടോ? ഇവിടെ VD സതീശനും സണ്ണി ജോസഫും ആ ഒരു ക്ലസ്റ്റർ അവിടെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ NEPയുടെ ഭാഗമായി പറയുന്നത് പോലെ തന്നെ അങ്ങനെ 5+3+3 എന്നുള്ള രീതിയിലല്ല. ഇത് വേറെ ഏതൊക്കെയോ ഫോർമുലയാണ്. ഗ്രൂപ്പൊക്കെ മാറി, AI ഹൈക്കമാൻഡ് അങ്ങനെയുള്ള ഗ്രൂപ്പൊക്കെ മാറി. ഇപ്പോൾ ഈ NEPയുടെ കാര്യത്തിൽ പോലും ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ കോൺഗ്രസിന്, അതായത് പ്രതിപക്ഷത്തിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ലീഗ് പറയുന്നതിനൊപ്പമാണ് KC നിൽക്കുന്നത്. എന്നാൽ VD സതീശൻ ഇപ്പോൾ KPCC യോഗമടക്കം മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു കാര്യത്തിലും ഒരു തീരുമാനം എത്താൻ കഴിയുന്നില്ല. ഇവരിനി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം എടുക്കുമോ? അതും ഇവർക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഇനി സർക്കാരിനെ വെറുതെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPIയുടെ കാര്യം, CPI എല്ലാ വിഷയങ്ങളിലും, അതിപ്പോൾ പൂരം കലക്കൽ ആയാലും എല്ലാ കാര്യത്തിലും CPIക്ക് CPIയുടേതായ നിലപാടുണ്ട്. അപ്പോൾ അവരത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് പക്ഷേ മന്ത്രിസഭയിൽ പോയി പറഞ്ഞിട്ട് ഈ മന്ത്രിമാർ പറഞ്ഞതിനപ്പുറം തിരിച്ചൊരു മറുപടി ഉണ്ടായില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ മന്ത്രിസഭയിലും ഈ വിഷയം ഒന്നും ഗൗനിക്കേണ്ട, അതത്രയ്ക്ക് ഇഷ്യൂ ആക്കേണ്ട എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ഇതൊന്നും വലിയ ചർച്ചയാക്കേണ്ട എന്ന് കരുതി മറ്റു മന്ത്രിമാർ, ഇടതുപക്ഷത്തു നിന്നുള്ള മറ്റു മന്ത്രിമാർ, LDF സർക്കാരിലെ മറ്റു മന്ത്രിമാർ മിണ്ടാതിരുന്നതാണോ അതോ CPIക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി വിട്ടുകളഞ്ഞതാണോ അവഗണിച്ചതാണോ? ആ കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. എന്തായാലും മന്ത്രിസഭയ്ക്കുള്ളിൽ പോയി പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. തീരുമാനം മാറ്റുന്നു എന്നുള്ള പ്രഖ്യാപനമൊന്നും ആരിൽ നിന്നും ഉണ്ടായില്ല. MA ബേബി മാത്രം ഒറ്റപ്പെട്ട ഒരു തുരുത്തായി അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നുണ്ട്. പക്ഷേ അതും കാര്യമായിട്ട് ആരും മൈൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും NEP 2020 ഒരു ഡൈല്യൂഷനും വരാൻ പോകുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം NEP 2020യുടെ അടിസ്ഥാനത്തിൽ ഈ PM ശ്രീ വിദ്യാലയ ഫണ്ടിന്റെ വിനിയോഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 33 അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം 33 ഇടങ്ങളിൽ ഇതിനകം തന്നെ ഇത് ആക്റ്റീവായി കഴിഞ്ഞു 2.5 വർഷമായി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും കേന്ദ്രീയ വിദ്യാലയ സംഘടന അടക്കം ഈ കാര്യങ്ങളിൽ ആ ഒരു 5+3+3+4 എന്നുള്ള ഫോർമാറ്റിലേക്ക് എത്തി ആ രീതിയിൽ തന്നെ വിദ്യാഭ്യാസം നടത്തി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ ഇതിലൊരു ഡൈല്യൂഷൻ കേരളത്തിൽ എന്നല്ല ഒരിടത്തും ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ NEP 2020 അനുസരിച്ച് ഈ വിദ്യാലയങ്ങളുടെ ഫണ്ടും സ്വീകരിച്ച് ഈ കാര്യങ്ങളൊക്കെ നടത്തുക, അല്ല എങ്കിൽ ഞങ്ങൾക്കിത് വേണ്ട എന്ന് തറപ്പിച്ച് പറയുക. ബംഗാളും തമിഴ്നാടും പറയുന്നുണ്ട്. അങ്ങനെ തറപ്പിച്ച് പറയാൻ തയ്യാറാകില്ല. NIT IITയിലെ വിദ്യാഭ്യാസത്തിലേക്ക് ഇത് പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അത് പറയുന്നതല്ലേ. അപ്പോൾ അതല്ലാതെ ആ രീതിയിൽ ഇങ്ങനെ ഒരു സർക്കുലറോ അല്ലെങ്കിൽ ഇതാണ് തീരുമാനം, ഈ ഫോർമാറ്റിൽ പഠിച്ചവർക്ക് മാത്രമാണ് പ്രവേശനം, അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇപ്പോൾ ജിമ്മി സർ പറഞ്ഞ കാര്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഡറോ അല്ലെങ്കിൽ ഇതാണ് ഈ പ്രോസസ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത മാത്രമല്ല സുപ്രീം കോടതിയിൽ അത് തള്ളിക്കളയുകയും ചെയ്തു. സ്റ്റേറ്റിനാണ് അത് തീരുമാനിക്കാൻ കഴിയുക. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് അത്. സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ അല്ല അരുൺ സർ, ഞാൻ അതാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വന്നത്. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്ഥാന വിഷയമാണ്. മാത്രമല്ല ഇവിടെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള സ്റ്റേറ്റിന്, അതായത് സ്റ്റേറ്റ് റൺ സ്കൂൾസ്
കൗൺസിൽ, ഇവിടെ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണ് കേരളത്തിൽ കൂടുതൽ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അവിടെ അപ്പോൾ ഈ വിദ്യാഭ്യാസ രീതിയിൽ കരിക്കുലത്തിലൊക്കെ മാറ്റം വരുത്താനായിട്ടുള്ള അധികാരം ആ റൺ ചെയ്യുന്ന ബോഡി ഏതാണോ അതിവിടെ സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പോൾ അവർക്കാണ് അതിൽ മാറ്റം വരുത്താനായിട്ടുള്ള അധികാരം. ഇതിപ്പോൾ CBSE സ്കൂൾസിന്റെ കാര്യത്തിൽ ആ ബോഡിയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രീയ വിദ്യാലയ സംഘടനയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ, അങ്ങനെ ഓരോ ബോഡിക്കും ആ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള പവർ ഉണ്ടെന്നേ. അത് വിനിയോഗിക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിൽ ഈ ഫണ്ട് സ്വീകരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല, അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ചെറുക്കാം, ആ ചെറുക്കാനായിട്ടുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ 6 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് എന്നതുകൊണ്ട് ഈ തീരുമാനം ഇനിയും വൈകിപ്പിച്ച് കിട്ടാനുള്ള ഫണ്ട് ലാപ്സാക്കി കളയേണ്ട എന്നതാണ് സർക്കാരിന്റെ തീരുമാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതല്ല, UDF അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ ഈ NEP 2020 ഒരു കാലത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല, RSSനെ ഞങ്ങൾ ഇങ്ങോട്ട് അടുപ്പിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രഖ്യാപനം നടത്തട്ടെ. UDFന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പ്രഖ്യാപനം നമ്മൾ കണ്ടില്ലല്ലോ. അങ്ങനെയല്ലേ സർക്കാരിനെ വെല്ലുവിളിക്കേണ്ടത്, അല്ലാതെ അവിടെ ഇവിടെ നിന്ന് സൗണ്ട് ബൈറ്റ് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ സർക്കാരിനും CPIMനും മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാവ്യ വിരോധം അതേപടി തുടരുന്നുമുണ്ട്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് വാങ്ങിച്ചെടുക്കുക, ആ ഒരു തീരുമാനത്തിൽ ഉറച്ച സർക്കാർ മുന്നോട്ട് പോവുകയാണ്. CPIയുടെ എതിർപ്പിനെയൊന്നും കാര്യമായി ഗൗനിക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാരിന് ഇത് നടപ്പിലാക്കാതിരുന്നാൽ പോരെ, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാതിരുന്നാൽ പോരെ. അതായത് ഫണ്ട് സ്വീകരിക്കാതെ ഫണ്ടിന് കേസ് കൊടുക്കാം. വേറെ ഈ കേസ് കൊടുത്ത തമിഴ്നാടിന്റെ കാര്യം എന്തായി? കേസ് കൊടുത്ത തമിഴ്നാടിന്റെ ഈ സർക്കാർ പൈസ കിട്ടത്തില്ല, അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ കേസിന് പോയാൽ 1466 കോടി രൂപ കിട്ടില്ല, സ്വാഹ. അത് എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സുജയെടുത്തുള്ള ചോദ്യം. Meet the editors.